Zipaiska, choo! രുദ്ര, പുറകിലുള്ള കാര്യം വിട്ടേക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നോക്ക്. മുൻവശത്ത് കൂടെ ഷാക്കാലും വന്നിട്ടുണ്ട്. ആ, ഒരു സൈഡിൽ പുലിയുണ്ട്, മറ്റൊരു സൈഡിൽ മുതലയാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ജയ് സിംഗ് ചൗഹാൻ, മുന്നോട്ടൊരു അടി എടുത്തു വെച്ചാൽ വിവരമറിയും താൻ. ഞാൻ മാജിക് ഗ്ലോബിൽ കൂടെ കണ്ടതാണ്. ഈ കുട്ടികൾ നിന്റെ രുദ്ര പിന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരിപ്പോൾ എന്റെ പ്രൊട്ടക്ഷനിലാണുള്ളത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. നിന്റെ ചാരന്മാരോട് പറഞ്ഞേക്കൂ, വീണ്ടും ഒരു പ്രാവശ്യം സൺസിറ്റിയിലേക്ക് വന്നാൽ ആ ദിവസം അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. ഈ ഷക്കൽ എങ്ങനെ നല്ലവനായി മാറിയത്? ആരും ഒന്നും മിണ്ടരുത്. മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയായിട്ടാണ് നടക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ഷക്കൽ നല്ല മനുഷ്യനായി മാറിയിരിക്കുന്നത്, മുത്തശ്ശൻ വില്ലനായും. താങ്ക് യു ഷക്കൽ സർ. അന്യരായ ഞങ്ങളെ നിങ്ങളാണ് രക്ഷിച്ചിരിക്കുന്നത്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജയ്സിംഗിന്റെ പതിവാണ്. ഒന്നും അറിയാത്ത കുട്ടികളെ വെറുതെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ പാലസിലേക്ക് പോര്. ഇനി ഈ ടേബിളിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യമേ ഇല്ല. ചേട്ടാ, ഇതുപോലെ അത് പ്രശ്നമായല്ലോ. ഷാക്കാൽ എപ്പം മുതലാ സാറായി മാറിയത്? ഇപ്പൊ മായരയും വരുണും അവനെ സാറെന്ന് വിളിക്കുകയാണല്ലോ. ഞാൻ എന്റെ അന്ത്യശ്വാസം വരെ അയാളെ സാറെന്ന് വിളിക്കില്ല. ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയ ഗസ്റ്റുകളെ കണ്ടോ? ആരും പേടിക്കണ്ട. ഇവരെ കാണാൻ രുദ്രയെ പോലെയും അവന്റെ ഫ്രണ്ട്സിനെ പോലെയും ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവരല്ല ഇത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ചക്ലീന, ജെനി, ജോഡി. ഹലോ സോഗ, സൈഗ, ഇവരെ ഒന്ന് ശരിക്കും ട്രീറ്റ് ചെയ്തേ. രോഗയെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ശത്രുക്കളെ മിത്രങ്ങളായി കാണാൻ എനിക്ക് പറ്റില്ല. രോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ചേടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇത് അവരൊന്നും അല്ലെന്നേ. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? ചേട്ടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇവര് തരുന്ന ഭക്ഷണം വിശ്വസിക്കാൻ കഴിയില്ല. നല്ലവന്മാരെ പോലെ അഭിനയിച്ച് നമ്മളെ മേലോട്ട് പറഞ്ഞയച്ചാലോ? ഞാൻ എന്റെ ആഹാരം മാത്രമേ കഴിക്കൂ. എന്നാ പിന്നെ രുദ്ര, നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാല്ലേ? ഷാക്കാൽ സാറിന് എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒരു പ്രശ്നമില്ല രുദ്ര. നിന്റെ കൂട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഭയം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ശരി, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഹാരം തന്നെ കഴിക്ക്. എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. ഈ അവസാനത്തെ പീസ് ഞാൻ കഴിക്കാന്നേ. രുദ്ര, നീ സൺസിറ്റിയിലെ രുദ്രേക്കാളും വളരെ ഡിഫറെന്റാ. നിങ്ങൾ എല്ലാരും കംഫർട്ടബിൾ ആയിട്ടിരിക്കേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും നീ കളിക്കാം. പറഞ്ഞത് ശരിയാണ് ജെനി. ഷക്കൽ സർ, ഞങ്ങൾ അറിയാതെ മിറർ വേൾഡ് സൺസിറ്റിയിൽ പെട്ടുപോയതാണ്. ഇനി എങ്ങനെ തിരിച്ചു പോകേണ്ടത്? അതാ മനസ്സിലാവാത്തത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അലാസാറിന്റെ ലൈബ്രറിയില് മിറർ വേൾഡിനെ സംബന്ധിച്ചുള്ള ബുക്സ് ഒക്കെ കാണും. അതിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. അതെ, അത് ശരിയാണ്. ഈ മിറർ വേൾഡിൽ എല്ലാം ഉണ്ടെങ്കിൽ അപ്പൊ അലാസാർ സാറിന്റെ ലൈബ്രറി ഉണ്ടായിരിക്കും. താങ്ക് യു ഷക്കൽ സർ. ഞങ്ങൾ അവിടെ ചെന്ന് ബുക്ക് തേടി കണ്ടെത്താം. രുദ്ര, വീണ്ടും വീണ്ടും ഷാക്കാലിനെ ഷാക്കാൽ സാറെന്ന് വിളിക്കരുത്. അവന്റെ പേരിനും ജോലിക്കും സാറെന്നുള്ള വാക്ക് ചേരില്ല. അപ്പൊ ഞങ്ങൾ പോവാണ് ഷക്കൽ സർ. സൂക്ഷിക്കണം രുദ്ര. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല സർ, സുഖാണോ? ഇതാര്, രുദ്രയോ? ഒരുപാട് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മിറർ വേൾഡിലെ ബുക്ക് വേണം. നിങ്ങൾ ഇതിലിരിക്കെ, ഞാൻ ആ മാജിക് ബുക്ക് കൊണ്ടുവരാം.
അലാസ സർ, ആ ബുക്ക് എവിടെയാ ഉള്ളത്? രുദ്ര, ഇന്ന പിടിച്ച ബുക്ക്. കുതിര പുല്ലുമായി കൂട്ടുകൂടിയാൽ പിന്നെ തിന്നുന്നത് എന്തായിരിക്കും? മിറർ വേൾഡിൽ വന്നിട്ട് മിറർ വേൾഡിന്റെ ബുക്കാണോ ചോദിക്കുന്നത്? ഇനി ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്റെ തടവിലായിരിക്കും. ജയ്സിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തടവിലാണ്. വന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു അല്ല സാർ. ചാരന്മാരെ, നിങ്ങൾ എന്താണ് കരുതിയത്? അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയോ? അല്ല സാർ, ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവന്മാരെങ്ങോട്ടാ പോയത്? മുകളിൽ നോക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതെന്താണ് അലാസ സർ? ആനയുടെ പല്ല് അത്രയും പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അതിനും പല്ലുകളുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ നല്ലവനായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇമേജസിനെ അയച്ചത്. ഇപ്പൊ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റിംഗ് ചെയറിൽ റെസ്റ്റ് എടുക്കൂ. ഗൈസ്, വേഗം ചെന്ന് ബുക്ക് തേടി കണ്ടെത്ത്. നമ്മുടെ കൈവശം ടൈം കുറവാണ്. ബുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട, നീ ആ ബുക്ക് എടുത്തോണ്ട് പോവരുത്. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ അനുവാദമില്ലാതെ അവർ ആ ബുക്ക് എടുത്തിരിക്കുകയാണ്. അവരെ തടയൂ. ബുക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, അത് ഞങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് പ്രൊട്ടക്ടർ, വേണ്ടെന്ന് വെച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഡിസ്മാന്റലോ. വേണ്ട. ഇതൊക്കെ എന്താണ് അലാഗ സർ? ആ ചാരന്മാരെവിടെ? അവര് രക്ഷപ്പെട്ടു പോയി. ഇതിന്റെ പ്രകാശം കണ്ണിന് നല്ലതല്ല. ചേടാ, ഇത് വല്ലത് പ്രശ്നമായല്ലോ. പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ രുദ്ര എങ്ങനെ ബുക്ക് വായിക്കുന്നത്? ബുക്ക് ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രുദ്ര, എന്താ എഴുതിയിരിക്കുന്നത്? വേഗം വായിക്ക. ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കില്ല. വരും നോക്ക്, ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ ഇത് വായിക്കുന്നത്? ഈ ബുക്കിലെല്ലാം തല തിരിഞ്ഞാണ് കാണുന്നത്. നമ്മളുടെ കാര്യം പോക്കാ. ബുക്ക് കിട്ടി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുക്ക് തുറന്നപ്പോ വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ നമ്മുടെ തലയെഴുത്തിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്? രംഗീല,
വിധിയെ കുറ്റം പറയുന്നത് നിർത്ത്. മുത്തശ്ശൻ പറഞ്ഞ ആ ലെസൺ ഒന്ന് ഓർത്തു നോക്ക്. പ്രശ്നം എത്ര വലുതായാലും ശരി, അതിനേക്കാളും ധൈര്യം നമുക്കുണ്ടാവണം. അന്തർ മന്തർ കാലികലന്തർ ചൂ. രുദ്ര, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബുക്ക് വായിക്കാൻ തുടങ്ങ്. ബ്രില്യൻ മൈറ, ഈ ബുക്കിൽ മിറർ ഇമേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാം തലകീഴായിട്ട് കണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വെച്ച് അവസാനിക്കും ഈ കഥ. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴി ഈ മണ്ണിൽ തന്നെ ഉണ്ട്. സൂര്യന്റെ അവസാന കിരണങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് പോകാനുള്ള വഴി തുറന്നില്ലെങ്കിൽ പിന്നീട് എല്ലാവരും നിരന്തരമായി ഇവിടെ തന്നെ കുടുങ്ങി പോകുന്നതായിരിക്കും. രുദ്ര, ഈ വരികൾക്കെല്ലാം എന്താണ് അർത്ഥം? അതിനർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാവരും റിട്ടേൺ പോയിന്റിലേക്ക് ചെന്നേ പറ്റൂ. എവിടുന്ന് വന്നോ അവിടേക്ക്. ആ സമയം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ എല്ലാവരും മിറർ വേൾഡിൽ കുടുങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് റിട്ടേൺ പോയിന്റ് ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം വളരെ കുറവാണ്, വേഗം വരും പോവാം. നിങ്ങളെല്ലാവരും ഇപ്പൊ ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോ. രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പില്ല അല്ലേ? ലൈബ്രറിയിൽ നിന്നും മോഷ്ടിച്ചിട്ട് ഓടുകയാണല്ലേ? ഇതിന് നിനക്ക് തീർച്ചയായിട്ടും വലിയ ശിക്ഷ കിട്ടും. ഞാൻ 5 വരെ എണ്ണാൻ പോവാ. മര്യാദയ്ക്ക് സറണ്ടർ ആയേക്ക്, അപ്പൊ ശിക്ഷ കുറയും. അല്ലെങ്കിൽ വേണ്ട രുദ്ര, മാജിക് ഇപ്പൊ ചെയ്യണ്ട. നീ അവന്റെ നേർക്ക് മാജിക് ചെയ്താൽ അത് തിരിച്ച് നിന്നെ തന്നെ അറ്റാക്ക് ചെയ്യും. ചെയ്യ മാജിക് അറ്റാക്ക് ചെയ്യ. എന്താടാ നിർത്തി കളഞ്ഞത്? പേടിച്ചു പോയോ? മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതാണെങ്കിലും ധൈര്യം എപ്പോഴും നമ്മൾ കൈവിടരുതെന്ന് പറയാറുണ്ട്. പറയുന്നത് കേൾക്ക്. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എനിക്ക് അവനെ തല്ലാൻ പറ്റില്ല, പക്ഷെ നിനക്ക് അവന്റെ നേർക്ക് മാജിക് ചെയ്യാൻ കഴിയും. അപ്പൊ അതാണല്ലേ നിന്റെ പ്ലാൻ? അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്തോ. മാജിക് ചെയ്തത് നീ ആയിരിക്കും, പക്ഷെ പവേഴ്സ് എന്റേതും. എന്റെ മുന്നിൽ വാ. ഇവന്മാരിത് എന്താ ചെയ്യുന്നത്? എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ നിങ്ങൾ വീണ്ടും എന്റെ പിടിയിൽ തന്നെ ആകും. Yes, Rudra, we did it. മരോ, വരുൺ, വരൂ. നമുക്ക് പോയിട്ട് മുത്തശ്ശന്റെ ഒപ്പം തിരിച്ചു വരാം. ഡ്യൂപ്ലിക്കേറ്റ് രുദ്ര, ഞാൻ വീണ്ടും തിരിച്ചു വരും, നോക്കിക്കോ. അവനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാണ് തിരിച്ചു പോയത്. എനിക്ക് തോന്നുന്നത് അവൻ തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്നാ. നമ്മൾ എത്രയും പെട്ടെന്ന് റിട്ടേൺ പോയിന്റിലേക്ക് ചെല്ലണം. നിങ്ങൾ ചെന്നു ആ സർക്കിൾ തേടി കണ്ടെത്ത. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് രുദ്രയെ തടഞ്ഞു നിർത്താം. അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. പയ്യായി നിങ്ങൾ എത്ര ദൂരം ഓടിയാലും ശരി, നിങ്ങൾ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ, അപ്പൊ നീ എന്നോട് ഏറ്റുമുട്ടുമല്ലേ? ജയ്സിൻ ചൗഹാന്റെ കൂടെ ഏറ്റുമുട്ടുമല്ലേ? ഓക്കെ, നിനക്ക് എന്തുമാത്രം ശക്തിയുണ്ട് നിന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാരും ചൊല്ല്, നിൽക്കരുത്.
ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. വേഗം സ്ഥലം കണ്ടെത്ത്. ആ ജയസിംഗിന്റെ ഭയങ്കര രൂപം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എത്ര കാലം ഓടി ഒളിയും രുദ്ര? രുദ്ര, ആ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. താഴേക്ക് നോക്ക്, എന്നിട്ട് പുറത്തേക്ക് ചെല്ല്. രുദ്ര, വേഗം വാ. ഇവിടെ എഴുതിയിരിക്കുന്നത് താഴേക്ക് നോക്ക്, എന്നിട്ട് പുറത്തേക്ക് ചെല്ലു എന്നാണ്. വേണ്ട വരുൺ, താഴോട്ട് നോക്കരുത്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം തലകീഴായിട്ടല്ലേ? രുദ്ര, മുറുകെ പിടിക്കാം, ഞാനിപ്പോ വന്നേക്കാം. സിംസം, ഇവിടെ എല്ലാം തലകീഴായിട്ടാണ് നടക്കുന്നത്. റീ റൂട്ട്സിനോട് പറയൂ, മിറർ വേൾഡിന്റെ ജയ്സിൻ പിന്നെ രുദ്രയെ പിടിച്ച് വെക്കണ്ട എന്ന്. ഫ്രീ ആയിട്ട് വിട്ടേക്കാൻ പറ. ഞങ്ങളെ വിട്ടേക്ക്. വിടൂ. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. രുദ്ര, മര്യാദയ്ക്ക് സറണ്ടർ ആവ്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല.
അവിടെ നിൽക്കേ. ജയ്സിംഗ്, നീ ആ പാവം കുട്ടികളെ ഒരുപാട് വേദനിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു അടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നീ എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നതാണ്. ഇതുവരെ ഞാൻ ക്ഷമിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ നീയാണ് എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ കുട്ടികളെ വിട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ പോവാണ് ഷാക്കാൽ. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ഞങ്ങൾ തീർച്ചയായും വീണ്ടും തിരിച്ചെത്തും. വരൂ കുട്ടികളെ. ഫ്രണ്ട്സ്, ഇവിടെ നിന്നും നമ്മൾ താഴോട്ടല്ല മുകളിലോട്ട് നോക്കണം. അപ്പോഴേ ഈ അപ്സൈഡ് ഡൗൺ വേൾഡിൽ നിന്നും നമുക്ക് റിയൽ വേൾഡിലേക്ക് പോകാൻ കഴിയൂ. താങ്ക് യു ഷക്കാൽ സർ, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. താങ്ക് യു വെരി മച്ച് ഷാക്കാൽ സർ. നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം കുട്ടികളെ. അത് കണ്ടോ, പുറത്തേക്ക് പോകാനുള്ള വഴി. യെസ്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക്. ഈ ഞാനാണ് ഷാക്കാൽ. രുദ്ര, വീണ്ടും ഒരു തവണ കൂടി നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം മറക്കരുത്, നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചുവെന്ന് കരുതണ്ട. ഞാൻ തിരിച്ചു വരുന്നതാണ്. ഷക്കാൽ സർ, ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ വിടാണ്. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു, അതുകൊണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിടില്ല. അല്ല, അവൻ എന്നെ സാറേ എന്നാണല്ലോ വിളിച്ചത്. ഞാൻ പിന്നെ അവരെ സഹായിച്ചു എന്നും പറഞ്ഞല്ലോ. അവനെ സഹായിച്ചെന്നോ? ഞാൻ എപ്പ സഹായിച്ചു? ഷക്ലീന, ഞാൻ അവരെ എപ്പോഴാ സഹായിച്ചത്? എപ്പ? എങ്ങനെ? അവരെന്നെ സാറെന്ന് വിളിച്ചിട്ട് പോവാണല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എന്താ കാര്യം എന്ന് വെച്ചാ അത് പറഞ്ഞിട്ടങ്ങ് പോ. ഏയ്